നമ്മുടെ കഴിഞ്ഞ 1-2 വീഡിയോസിന്റെ കമന്റ് സെഷനിൽ പല ആൾക്കാർക്കും കാണുന്ന വലിയൊരു കൺഫ്യൂഷനാണ് ഇത്ര ടൈറ്റ് ആയിട്ടുള്ള പാൻസ് പ്രഗ്നൻസി പീരീഡിൽ ഉപയോഗിക്കാൻ പാടുമെന്ന്. എന്നാൽ നമ്മുടെ പ്രഗ്നൻസി പോസ്റ്റ്പാർട്ടം പീരീഡിൽ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാൻസ് ആണിത്. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയാലോ? ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന പ്രഗ്നൻസി അല്ലെങ്കിൽ കംപ്രഷൻ ലെഗിൻസ്. ഇനി അതും അല്ലെങ്കിൽ മെറ്റർണിറ്റി ടൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നവർക്ക് കുറച്ച് ടൈറ്റായി തോന്നുമെങ്കിലും ഇത് ഹൈലി സ്ട്രെച്ചബിൾ ആൻഡ് ബ്രീത്തബിൾ ആണ്. നമ്മുടെ ബെല്ലി വളരുന്നതിന്റെ ഒപ്പം പുള്ളി സൈസ് അഡാപ്റ്റ് ചെയ്തോളൂ. പിന്നെ വയറിന് നല്ല സപ്പോർട്ടും ചെറിയൊരു ലിഫ്റ്റും കൊടുക്കുന്നതുകൊണ്ട് പെൽവിക് ഏരിയയിലും ലോവർ ബാക്കിലും ഉള്ള പ്രഷർ കുറയ്ക്കും. ചെറിയൊരു ബാക്ക് പെയിന് സമാധാനമൊക്കെ തരും. പിന്നെ ഒരു കംപ്രഷൻ എഫക്ട് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് കൂടും, സ്വെല്ലിംഗ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഒരു ലെഗിൻസ് ഉണ്ടെങ്കിൽ ഏത് ഷർട്ടോ ടീഷർട്ടോ ക്രോപ്പ് ടോപ്പോ ബ്ലൗസസോ ഈസി ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. പ്രഗ്നൻസി ലെഗിൻസ് മാത്രമല്ല, എന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ബെല്ലി ആൻഡ് ബാക്ക് സപ്പോർട്ട് വരുന്ന ലൂസ് പാൻസും ഷോർട്സും ഉണ്ട്. എല്ലാം ബ്രീത്തബിളും സ്ട്രെച്ചബിളും ആണ്. പിന്നെ ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു സ്റ്റൈലൊന്നും അല്ല കേട്ടോ. ഇവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ കാഷ്വൽ ആയിട്ടിട്ട് കാണുന്ന ഒരു വേഷമാണിത്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ സ്പെഷ്യൽ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ജീൻസും ഷോർട്സും ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഇത് കാണുന്നവർക്കൊരു റെഗുലർ ഡെനിം ഷോർട്സ് ആണ്. പക്ഷെ ഇതിന് സിബും ഇല്ല, ബട്ടണും ഇല്ല. നമ്മുടെ ഗ്രോയിങ് ബെല്ലി സപ്പോർട്ട് ചെയ്യുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ബാൻഡ് മാത്രം. ഇതിലെന്നതേ ഇങ്ങനത്തെ ജീൻസും വരുന്നുണ്ട്. മറ്റൊരാളുടെ ഡ്രസ്സിങ്ങിനെ പറ്റി അഭിപ്രായം പറയുന്ന ആരൊക്കെയുള്ളൊരു മറുപടി ഒന്നും അല്ല കേട്ടോ ഇത്. പറയുന്നവരെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഗ്നോർ ചെയ്യാനല്ലേ പറ്റൂ. പ്രഗ്നൻസി ലെഗിൻസ് എന്താന്നുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രം.